ഈ ജാതകക്കാരന് വിവാഹവിധിയില്ല. ഈ ജാതകക്കാരനിരിക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീക്കും ജീവിക്കാൻ പാടാണ്. ഇയാൾക്ക് മാത്രമല്ല, ഈ ജാതകവിധി പ്രകാരം ഇയാൾ വസിക്കുന്ന വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്ന് വാഴില്ല. സുഭാഷേട്ടാ, ആ പൊട്ടൻ ജോത്സ്യൻ എന്താ പറഞ്ഞതിനാണോ സുഭാഷേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്റെ സുഭാഷേട്ട, അവർക്ക് അത് ജീവിതമാർഗ. അതിനു വേണ്ടിട്ട് അവരെന്തും ചെയ്യും. അതേട്ടാ, ജാതകത്തിൽ ഇത് ശരിയില്ല അത് ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കാശായിട്ടുള്ള പരിപാടിയാ നീ. അതെ നികേഷേ, സുഭാഷേട്ടാ, ഇതൊക്കെ വിശ്വസിച്ച ഒരുപാട് പേരുടെ ജീവിതം കോഞ്ഞാട്ടായിട്ടുണ്ട്. ആ ലിസ്റ്റില് ദൈവത സുഭാഷേട്ടൻ പെട്ടുപോരുത്. അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഇമോഷണലി തകർക്കാന്നുള്ളതാ. പരിഹാരം ചോദിച്ച് നമ്മൾ അയാളുടെ അടുത്ത് എത്തിക്കാനും. അതിനിപ്പോ സുഭാഷേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. അതല്ല സുധീഷേ, നമ്മുടെ വീട്ടിലെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം ഞാനാണെന്ന് അയാൾ പറഞ്ഞത് എനിക്ക് ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമായിരിക്കും. സുഭാഷ് എന്നത് എന്ത് മണ്ടത്തിലേക്കാ വിളിച്ചു പറയുന്നത്? എടാ കടുപൂട്ടാ, മന്ദബുദ്ധി, ഏതോ ഒരുത്തൻ ആരുടെയോ കൂടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി നീ വീട് വിട്ടു പോകാൻ നോക്കുന്നു. എല്ലാരും പോയി അവരവരുടെ ജോലി നോക്കടാ. ഒരാവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ഹലോ. യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞങ്ങള് ചോദിച്ചപ്പോ ഇല്ലാത്ത ജാതകം ഇപ്പൊ എവിടുന്ന് വന്നു? ഈ ചോദ്യത്തിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞതാ. വീണ്ടും വീണ്ടും ഒരേ കാര്യം ചോദിച്ചിങ്ങനെ ബോറടിപ്പിക്കല്ലേ? ഓ, അല്ലാതെ നിങ്ങൾ മനഃപൂർവ്വം തരാതിരുന്നൊന്നും അല്ലല്ലേ? എടാ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്റെ മെക്കെട്ട് കയറുന്ന ഈ സ്ഥിരം കലാപരിപാടി ഇനി ഭാസ്കരനടുത്ത് വേണ്ട. പോടാ പോടാ. സുഭാഷേട്ടാ, അയാള് പറഞ്ഞ കാര്യം മാത്രം തലയിട്ടിനെ കൊണ്ടു നടക്കല്ലേ? ആ പറഞ്ഞാൽ ശരിയുണ്ടെന്ന് തോന്നിയാ പിന്നെ അതല്ലാതെ പിന്നെ എന്തോർക്കാനാ? എന്ത് ശരി? അങ്ങനൊരു ദോഷമൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. അതെ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്നും പറയണ്ട. ജാതകം പുതിയത് എഴുതിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായത് തന്നെ അതിലൊക്കെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ? അത് അല്ല, അതിന്റെ ഫലം പറഞ്ഞപ്പോ അതിലുള്ള വിശ്വാസം പോയാലെങ്ങനെയാ? അങ്ങനല്ല ഏട്ടാ. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. ഈ വീട്ടില് സ്ത്രീകൾ വാഴാത്തത് ഞാൻ കാരണം തന്നെയോ? നമ്മുടെ അമ്മ ആദ്യം പോയി. അച്ഛൻ്റെ 2ാമത് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ആളും. നോക്കുമ്പോ എല്ലാം ശരിയല്ലേ? അപ്പൊ ഞാൻ കഴിയുന്നില്ലേ സുഭാഷേട്ടാ? അതന്നെ. നിധി ഇപ്പൊ ഇവിടെ കഴിയുന്നില്ലേ? അതൊരു കള്ളക്കല്യാണമെന്ന് നിങ്ങൾ ഇതിന് പറഞ്ഞല്ലേ? ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം കൂടി തുറഞ്ഞല്ലോ എന്നുള്ള വിചാരമേ ഉള്ളൂ എനിക്ക്. അങ്ങനെയൊന്നും ഇല്ല സുഭാഷേട്ടാ. ഇങ്ങനെയുള്ള ആളുകൾ പലതും പറയും. എന്റെ അച്ഛനോട് വാഹനദോഷം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞിട്ട് അച്ഛൻ കുറെ നാൾ ഓടിക്കാതിരുന്നു. നിവർത്തിയില്ലാതിരുന്നപ്പോ എടുത്ത് ഓടിച്ചു. ഇന്നവരെ ഓടിക്കുന്നുമുണ്ട്. ഒരപകടം പറ്റിയിട്ടുമില്ല. ഇതൊക്കെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഏത് ജോത്സ്യൻ എന്തു പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെയുള്ളപ്പോ സുഭാഷേട്ടൻ എന്തിനാ ടെൻഷൻ ആവണേ? സുഭാഷേട്ടാ, ഇങ്ങനെ വിഷമിക്കല്ലേ. കണ്ടിട്ട് സഹിക്കുന്നില്ല. സുഭാഷേട്ടാ,
സോറി. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ. അവര് ജാതകം നോക്കണമെന്ന് പറഞ്ഞപ്പോ അതില്ലാതെ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ അവരിത്രയും അന്ധവിശ്വാസികളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ പ്രൊസീഡ് ചെയ്യേ ഇല്ലായിരുന്നു. നിങ്ങൾ കാണിച്ച ജാതകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ജാതകക്കാരനെ സ്ത്രീ വാഴില്ല. നീ ഉറങ്ങില്ലേ? സുഭാഷ് ചേട്ടന് വല്ലാതെ ഹേർട്ടായിട്ടുണ്ട്. നീ ഉറങ്ങിയില്ലെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറയണം. അല്ലാതെ നിന്റെ ചോട്ടന് ഹർട്ടായെന്നുള്ളതല്ല. ഇതാ അവൻ ഹർട്ടായ നീ ഉറങ്ങത്തില്ലേ? ഈ വീട്ടിൽ എന്ത് നടന്നാലും കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അതിന് മാത്രം ഈ വീട്ടിലിപ്പോ എന്താ നടന്നേ? ആരും ആരെയും കൊന്നുന്നില്ലല്ലോ. ഓ, അതോ ആരെങ്കിലും ചത്തോ? ചാകുന്ന മാത്രമാണോ വിഷയം? ചാവുന്നതും വിഷയമൊന്നുമല്ല. അപ്പോഴോ? വെറുതെ ഓരോന്ന് പറയല്ലേ. സുഭാഷ് ചേട്ടന്റെ ജാതക ദോഷം കൊണ്ടാ ഈ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങളും സംഭവിക്കുന്നതെന്നാ ആ പാവ ഇപ്പൊ വിചാരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. പക്ഷെ നിങ്ങളെ പോലെ അന്ധവിശ്വാസി അല്ലാത്തതിനാൽ അത് ഞാനങ്ങ് വിട്ടുകളഞ്ഞു. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്താണെന്നറിയോ? എന്താ? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാ. എന്റെയോ? ഓ, സമ്മതിച്ചു. മതിയോ? ദേ നോക്ക്, നികേഷ് ഡാമെ ഞാനൊന്ന് കണ്ടതാ. ഓ, വീണ്ടും തുടങ്ങി. നിനക്ക് 2 ആഴ്ച കൂടുമ്പോ ഇത് ശീലബല പോലെ ഇങ്ങനെ ആവർത്തിക്കണോ? ഞാൻ റോഡിൽ വെച്ചൊരു തവണ കണ്ടതാ. നീ ആരോ കൊണ്ടതിന് ഞാൻ എന്ത് വേണം? ഞാൻ അവരെ പറ്റി പറഞ്ഞപ്പോഴേ അച്ഛന്റെ മുഖം മാറി. എന്തോ മറക്കാനുള്ളതുകൊണ്ടാ. എനിക്കറിയാം. കുട്ടി, നീ ഈ കെട്ടിടം പണിയുന്ന ജോലി വിട്ടിട്ട് പോയി പോലീസ് ചേര്. നിനക്കതാ നല്ലത്. ഈ പരിസരത്തുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാലോ എന്ന് വിചാരിച്ചിട്ടാ. അവരിവിടെ വന്ന് താമസിച്ച സ്ത്രീകൾ വാഴാത്ത വീടെന്ന പേരുദോഷം മാറിക്കിട്ടിയാലോ? നിനക്ക് ഇവരെ പണിയൊന്നുമില്ലേ? ഈ വീട്ടിലെ പേരുദോഷം മാറ്റണോ നീ തക്കലേന്ന് ഇങ്ങോട്ട് വന്നേ? മനുഷ്യന്റെ മെനക്കെടുത്താൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നോളൂ. അത് വിടൂടെ. അതെ, എന്തിനാ ഇവിടെ ഇങ്ങനെ കൊതുകടിയും കൊണ്ടിരിക്കുന്നത്? അകത്ത് പോയി കിടന്നൂടെ? നിങ്ങൾ സുഭാഷ് ചേട്ടനെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ആ ജോത്സ്യൻ പറഞ്ഞത് സുഭാഷ് ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. നിങ്ങൾ സുഭാഷ് ചേട്ടനെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ആ ജോത്സ്യൻ പറഞ്ഞത് സുഭാഷ് ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. എന്തേലും കുഴപ്പം സംഭവിക്കുമെന്നാ എന്റെ പേടി. എന്തു കുഴപ്പം? അറിയില്ല. സുഭാഷ് ചേട്ടന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അതുറപ്പാ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഈ സുഭാഷേട്ടന് ചെറിയ കാര്യം മതി സങ്കടപ്പെടാൻ. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ അതങ്ങ് മാറിക്കോളും. ഇന്ന് രാത്രി കൃത്യമായിട്ട് നോക്കണം കേട്ടോ. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. താൻ പോയി കിടക്കാൻ നോക്ക്. നിങ്ങളുടെ ഈ പാട്ട് പരിപാടി നിർത്തിയാലേ ശരിയാവൂ. നിനക്കൊരു കലാഹൃദയമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനടാ?
ദേ, എല്ലാ കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് സൂചിച്ചിരിക്കുന്നതാണോ നിങ്ങളുടെ കലാഹൃദയം? ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കുന്ന? ഇല്ലേ, നിങ്ങൾ ആ ജാതകം എടുത്ത് കൊടുത്തത് ആ സകല കുഴപ്പത്തിനും കാരണമായിരിക്കുന്നത്. രണ്ടും ഒരുപോലെ വന്നപ്പോഴാണ് സുഭാഷ് ഏട്ടന് സങ്കടമായത്. കാശ് കൊടുത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ജാതകം എഴുതിക്കുമ്പോ കൊള്ളാവുന്ന ഒരു ഗ്രഹനില എഴുതിക്കാൻ കഴിയാത്ത നീയാണോടാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? പോടാ കോവറ് കഴുതാ. സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോടാ? ഇപ്പൊ ഉറങ്ങിയിട്ടുള്ളൂ. എടാ, ഏട്ടോ ഓക്കെ അല്ലേ? അത്രയ്ക്കൊക്കെ ആയിട്ടില്ല. ഞാൻ കുറെ തമാശക്ക് പറഞ്ഞു നോക്കി. ഉള്ളിന്ന് ആ പേടി പോയിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ജോത്സ്യം പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. പക്ഷെ നമുക്കറിയാലോ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന്. ഏട്ടാ, സുഭാഷ് ഏട്ടാ ഉറങ്ങിയെന്ന് തോന്നുന്നു. അതല്ലേ ഞാൻ പറഞ്ഞേ, എന്നാലും ഒരു കണ്ണു വേണം. ഏയ്, ഉറങ്ങിയാ പിന്നെ രാവിലെ എഴുന്നേക്കോ? അതാണല്ലോ പതിവ്. ഹരീഷേ, ആ ജോൾസിന് ഇപ്പൊ 4 ചാമ്പങ്ങ് ചാമ്പിയാലോ? എന്നിട്ട് എന്ത് കാര്യം? ശരിക്കും കൊടുക്കേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി ഇങ്ങനെ ഒരു കള്ളജാതകം എഴുതി തന്നവനാ. നമ്മൾ പറഞ്ഞതെല്ലാം ചിരിച്ച മുഖത്തോടെ കേട്ടിരുന്നിട്ട് നമുക്ക് നല്ലൊരു പണി അങ്ങനെ തന്നിരിക്കുന്നത്. പക്ഷേ അതിനുള്ളത് അയാൾക്ക് കിട്ടും. ഇനി അയാളെ തേടി ഒരാൾ പോലും വരാൻ പാടില്ല. അങ്ങനെ ആക്കി തരാം, നോക്കിയോ? അതെ, നമ്മുടെ സംസാരം കേട്ടിട്ടേ എനിക്കണ്ട. വാ, നമുക്ക് കിടക്കാം. ഈ ജാതകക്കാരന് വിവാഹ വിധിയില്ല. ഈ ജാതകവിധി പ്രകാരം ഇയാൾ വസിക്കുന്ന വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്ന് വാഴില്ല. ഈ വീട്ടിൽ കൊള്ളാവുന്ന ഒരു പാത്രം പോലും ഇല്ല. എന്താ ഈ വീട്ടിൽ ആദ്യം ശരിയാക്കേണ്ട അടുക്കള. അടുക്കള? കൊള്ളാവുന്ന ഒരു പാത്രം പോലും ഇല്ല. അതാണ് ഇങ്ങനെയുള്ള അടുക്കളയല്ല സുഭാഷേട്ട അങ്ങനെ കഷ്ടപ്പെടുന്നത്. കഴിക്കാൻ സമയമാകുമ്പോ സുഭാഷേട്ട ആയോന്നല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ആരെല്ലാം ആലോചിച്ചിട്ടുണ്ടോ? എന്തായാലും ശമ്പളം കിട്ടുമ്പോ ഞാൻ കുറച്ച് നല്ല പാത്രങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഫുൾ സപ്പോർട്ട്. സുഭാഷേട്ടൻ എവിടെ? കാലത്ത് എഴുന്നേറ്റ് ഇങ്ങോട്ട് കണ്ടാണല്ലോ. എവിടെ പോയി? ഹാളിൽ കണ്ടില്ല. അടുക്കള കാണാത്തോണ്ട് മുറിയിൽ പോയി കിടന്നിട്ടുണ്ടാന്ന് കരുതി. ഞാൻ മുറി തന്നെ വരുന്നത്. അവിടെ എങ്ങൂല്ല. അപ്പൊ പിന്നെ എവിടെ പോയി? നീ ആ ഗ്ലാസ് എടുത്ത. 1 2 3 and 4.
ദാ, ചായ. ഞാൻ ബ്രഷ് ചെയ്തിട്ട് കുടിച്ചോളാം. നല്ല ശീലമൊക്കെ തുടങ്ങിയോ? അതെയാ, ഇന്നു മുതല്. ഡാഡാ വേണ്ട വേണ്ട. സുഭാഷ് ചേട്ടൻ എവിടെ? രാവിലെ എണീറ്റപ്പോ മുതൽ കണ്ടില്ല. ആ, വല്ല കടയിലേക്ക് പോയി കാണും. ഇത്ര നേരത്തെയോ? അതെ, ഇത്ര നേരത്തെ പോവാറില്ലല്ലോ. ഞാനിപ്പോ വരാം. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ല, ഏടത്തെ എന്തിനിങ്ങനെ ടെൻഷൻ ആവണേ? ആള് വന്നോളും. പറയാതെ പോവാറില്ല, അതാ. ആ, സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താടാ? സുഭാഷേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അതകത്ത് ചാർജിനിട്ട് കാണും. ആണോ? ആ, നോക്കട്ടെ. ആ നോക്കൂ. നോക്കി നോക്ക്. സുധീഷേട്ടാ, എടതി എന്താടാ എന്തുപറ്റി? എന്താ നോക്കി. പ്രിയപ്പെട്ട അനിയന്മാർക്കും നിധിക്കും സുഭാഷേട്ടൻ എഴുതുന്നത്. ഇത്രയും കാലം നമ്മുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നമ്മുടെ അച്ഛൻ കാരണമാണ് ഈ വീട്ടിലേക്ക് ആരും പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാത്തതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ രാശി കാരണമാണ് അതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. ഞാനുള്ളത് കൊണ്ട് എൻ്റെ അനിയന്മാരുടെ ജീവിതം നശിക്കരുത്. അവർ നന്നായിട്ട് ജീവിക്കണം. അവർ നന്നായിട്ട് ജീവിക്കണം. എൻ്റെ രാശിദോഷം കാരണം നിധി കൂടി ഇനി അവിടെ നിന്ന് പോകാനിടയാവരുത്. അവൾ കൂടി അവിടെ നിന്ന് പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവൾ ഈ വീട്ടിലുണ്ടാവണം. എൻ്റെ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞ് അവരെല്ലാം നന്നായിട്ട് ജീവിക്കണം. ഇതെല്ലാം ഞാൻ ആ വീട്ടിലില്ലെങ്കിൽ നടക്കും. അതുകൊണ്ടാ ഞാൻ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു തീരുമാനം എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വേറൊരു വഴിയില്ല. ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ നല്ലതിന് ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നത്. എന്നെ ആരും അന്വേഷിക്കണ്ട. സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും പോവില്ല, വരും. എടാ, ഇതിന് മാത്രം പ്രശ്നം ഉണ്ടായോ ഹരീഷേ? സുഭാഷ് ചേട്ടന് വല്ലാതെ ഹേർട്ടായിട്ടുണ്ട്. എന്തോ കുഴപ്പം വരാൻ പോകുന്നെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലേ. ഒരു രാത്രി ഉറക്കൊഴിച്ച് സുഭാഷ് ചേട്ടനെ നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? നമ്മൾ സംസാരിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങാൻ വരുമ്പോ സുഭാഷ് ഏട്ടൻ നല്ല ഉറക്കായിരുന്നേ. അത് കൺഫേം ആക്കിട്ടാ ഞാൻ കിടന്നു തന്നെ. മതി, ഒന്നിർത്ത്. ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ സുഭാഷ് ചേട്ടന് ഉറങ്ങാതെ കാവലിരുന്നേനെ. സുഭാഷ് ചേട്ടന് നിങ്ങൾ മൂന്നുപേരാ ലോകം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. കണ്ടില്ലേ, നിങ്ങക്ക് നല്ലത് വരാൻ വേണ്ടിട്ട് പോകുന്നെന്ന് എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നെ. ഇന്നലെ രാത്രി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. നടന്നു
ഓർത്തിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാ. അപ്പോഴും സുഭാഷ് ചേട്ടനെ കാണാനില്ലായിരുന്നു. എന്തൊരു സുഭാഷ് ചേട്ടനെ കാണാനില്ല. കാണാനില്ലേ? ഇനി എന്നെ അന്വേഷിക്കേണ്ടത് ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നത്. നീ ഒന്ന് അച്ഛൻ പുറത്തുണ്ടായിരുന്നില്ലേ? സുഭാഷ് ചേട്ടൻ പോകുന്ന കണ്ടില്ലേ? ഇല്ല, ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്നാ പിന്നെ എല്ലാരും കൂടി എവിടെയെങ്കിലും പോയി അന്വേഷിക്കേ. ഹരിച്ചേട്ടാ വാ, നമുക്ക് നോക്കാം. വാ. ഞങ്ങൾ പോയിട്ട് വരാം. ആലോചിച്ച് നിൽക്കാതെ പോവാൻ നോക്ക്. എന്നാ പിന്നെ ഞാനിവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഞങ്ങളുടെ ചേട്ടനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. ഈ ലെറ്റർ കണ്ടിട്ട് നിങ്ങളുടെ ചേട്ടൻ ആ ജോത്സ്യൻ പറഞ്ഞത് വിശ്വസിച്ച മട്ടാ. ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് കരുതി എന്തെങ്കിലും ചെയ്തു കളയാനും സാധ്യതയുണ്ട്. എന്തായാലും ഒരു പരാതി എഴുതാം, ഞങ്ങളത് അന്വേഷിക്കട്ടെ. സുധീഷൻ,